ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ തൊഴിൽ വാർത്താ ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള തൊഴിൽ വാർത്താ ചോദ്യങ്ങളിൽ 5 എണ്ണവും അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അതിനൊന്ന് ക്ലിയർ ആക്കി തറവാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളും അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള 5 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പായി വരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിൻ്റെ വേഗത 25 മീറ്റർ പെർ സെക്കൻഡാണ്. അതേ ട്രെയിൻ 200 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഈ തൊട്ട് മുകളിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ഈ ടൈപ്പ് ചോദ്യമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. 300 മീറ്റർ നീളമുള്ള ട്രെയിനിൻ്റെ വേഗത, സോ സ്പീഡ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്പീഡ് 25 മീറ്റർ. സിമ്പിൾ ചോദ്യമാണ്. 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? അത് 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നു. സോ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം? ഒരു ട്രെയിൻ നീളമുള്ള മറ്റൊരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ അത് സഞ്ചരിക്കേണ്ട ആകെ ദൂരം രണ്ടിൻ്റെയും കൂടെ തുക എടുക്കണം. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. സോ നമുക്ക് പറയാൻ പറ്റും രണ്ടിൻ്റെയും കൂടെ തുക എന്ന് പറയുമ്പോൾ ആദ്യം 300 മീറ്റർ നീളമുള്ള ട്രെയിൻ, പിന്നെ 200 മീറ്റർ നീളമുള്ള പാലം. സോ 500, 300 പ്ലസ് 200, 500 മീറ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ടൈമാണ് ചോദ്യം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. അതായത് 500/25. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 20 സെക്കൻഡ്സ് എന്ന് കിട്ടും. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോഡൽ ചോദ്യമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. അവിടെ നമ്മൾ ഇതിന് റിലേറ്റ് ചെയ്ത ചോദ്യം പറഞ്ഞതാണ്. ഇതേ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതേ മോഡൽ ചോദ്യം ചോദിച്ചതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ താഴെയുള്ളവയിൽ ഭിന്നസംഖ്യകളിൽ വലുതേത്? ഇത് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. ഇതിൽ ഒരു 4 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആ വീഡിയോ ലിങ്ക് നമ്മൾ തരും. കാര്യം ഓരോ ടൈപ്പ് എല്ലാം നമ്മൾ ഒരേ മെത്തേഡ്, എല്ലാവരും ക്രോസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് പഠിച്ച് വെച്ചേക്കുക. പക്ഷെ അത്രയും ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ചെയ്യാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ക്രോസ് ചെയ്യുമ്പോൾ സമയം കുറച്ചുകൂടി എടുക്കും. അതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് ഇങ്ങനെയുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് വലുത് ചെറുത് ചോദിക്കുന്നതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കുക. എനിവേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എനിവേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. 5/8 ഒരെണ്ണം. ദെൻ അടുത്തതാണ്? അടുത്തത് 2/3, ദെൻ 7/9, ദെൻ 3/5, ദെൻ 4/7. 5 ഓപ്ഷൻസിന് നോർമലി നമ്മൾ 4 ഓപ്ഷൻസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ ഒരുപോലെയാണോ നോക്കാം. ഛേദം അല്ല. അംശം ഒരുപോലെയാണോ? അംശം ഒരുപോലെ അല്ല. പിന്നെ മൂന്നാമത്തെ മെത്തേഡാണ് ഈ ഡിഫറൻസ് നോക്കുക എന്ന് പറയുന്നത്. 8 - 5 എത്രയാണ്? 3 അല്ലേ. ഇവിടെ 3 - 2 1, ഇവിടെ 9 - 7 2, 5 - 3 2, 7 - 4 3. അപ്പോൾ ഡിഫറൻസ് ഒരുപോലെ വരുന്നത് കിട്ടിയാൽ എളുപ്പത്തിൽ നമുക്ക് വലുത് കണ്ടുപിടിക്കും. ക്വസ്റ്റ്യൻ വലുതല്ലേ. സോ വലുത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് സെയിം ആണ് 3 3. എങ്കിൽ വലുതാണ് വേണ്ടതെങ്കിൽ വലിയ അംശവും വലിയ ചെയ്ത് നോക്കി 5 8 4 7 ഏതാ വലുത്? 5 8. സോ 5 8 ആയിരിക്കും വലുത്. നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്ത് കളയാം. പെട്ടെന്ന് ഉടനെ ചെയ്യാൻ പറ്റും. ഇനി ഇത് നോക്കി, രണ്ടിൻ്റെയും ഡിഫറൻസ് 2 ആണ്. സോ ഇതിൽ ഏതായിരിക്കും വലുത്? 7/9 ആയിരിക്കും. ശരിയല്ലേ. കാര്യം 3/5, 7/9. വലിയ സംഖ്യകൾ ഏതൊക്കെയാണ്? വലിയ സംഖ്യകൾ 7 9 ആണ്. സോ അതിനെ ചൂസ് ചെയ്താൽ മതി. ഇതിനെ കളയാം. സോ അടുത്തത് 7/9 അല്ലേ. ഇനി ബാക്കി അവശേഷിക്കുന്നത് 2/3 മാത്രമാണ്. ഓക്കെ അല്ലേ. ഇത് മാത്രം ക്രോസ് ചെയ്താൽ മതി. നോക്കാം എങ്ങനെ ക്രോസ് ചെയ്യും. 9 × 5 = 45, 8 × 7 56. സോ വലുതേത്? 7/9. ഇനി 7/9ഉം 2/3 നോക്കിയേ. 3 × 7 21, 9 × 2 18. ഏതാ? 21 അല്ലേ വലുത്. സോ വലുത് 7/9. അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ എല്ലാ മെത്തേഡും പഠിച്ചോളുക. ഛേദം ഒരുപോലെ ആയാൽ, അംശം ഒരുപോലെ ആയാൽ, പിന്നെ ഡിഫറൻസ് ഒരുപോലെ ആയാൽ, പിന്നെ അതില്ലെങ്കിൽ മാത്രം ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞാലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കി പോവാം. നോക്കി, താഴെയുള്ള സംഖ്യകളിൽ ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ചെറിയ സംഖ്യ, ഇത് ചെറുതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം ഓപ്ഷൻസ്. 8/11, 4/9, ദെൻ 13/17, ദെൻ 5/11. അപ്പോൾ ഛേദങ്ങൾ ഒരുപോലെ അല്ല. ഈ രണ്ടും ഛേദം ഒരുപോലെയാണ്. പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ.
ഛേദം ഇതിൻ്റെ ഛേദം ഒരുപോലെ. അപ്പോൾ പെട്ടെന്ന് നോക്കണമെങ്കിൽ അത് മാത്രം അങ്ങ് എടുക്കാം. ശരിയല്ലേ? എന്താ പറയുക, ഇതിൽ ചെറിയ സംഖ്യയിൽ ചോദിച്ചേക്കുന്നത് ഈ 11 8 11 5. അതാ ചെറുത് 11 5. കാര്യം 11 ഭാഗങ്ങളിൽ 8 കിട്ടുന്നതാണോ 11 ഭാഗങ്ങളിൽ 5 കിട്ടുന്നതാണോ വലുത്? 11 ഭാഗമാക്കിയാൽ 8 ഭാഗം കിട്ടുന്നതായിരിക്കും വലുത്. സോ ചെറുതായിരിക്കും 11 5. അപ്പോൾ ഇതിനെ കളയാം, ചെറുതാണ് ആവശ്യം. അപ്പോൾ ഈ 3 മാത്രം നോക്കിയാൽ മതി. ഇനി ഛേദങ്ങൾ ഒരുപോലല്ല, അംശം ഒരുപോലല്ല. ഡിഫറൻസ് നോക്കി. 9 - 4 5, 17 - 3 4, 11 - 5 6. നോ വേ, ആ പരിപാടി നടക്കില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ നടക്കുള്ളൂ. ക്രോസ് ചെയ്യാം. 17 × 4 68 അല്ലേ? തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. 9 × 13 9 27, ഒരു 9 9 2 118. ചെറുത് 4/9. ഇനി 5/11 കമ്പയർ ചെയ്യാം. ശരിയല്ലേ? 44, ദെൻ 59 45. സോ ചെറുത് 4/9. 4/9 ആണ് ചെറുതെന്ന് പറയാം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. എങ്കിൽ നമുക്ക് നിങ്ങൾ മാറ്റി ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. ഞാൻ ക്രോസ് ചെയ്തതിലോ മൾട്ടിപ്ലൈ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ മെത്തേഡ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം എളുപ്പമുള്ള മെത്തേഡിൽ കുറേ സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് കുറച്ച് നമ്പർ 4 ഉണ്ടെങ്കിൽ അതിനെ 3ലേക്കോ 2ലേക്കോ എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം. വർക്ക് ആൻഡ് ടൈം, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കാം. എ ഒരു ജോലി 45 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി 27 ദിവസം കൊണ്ടും ചെയ്യും. എ ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ട് ജോലി ചെയ്ത ശേഷം ജോലി നിർത്തിപ്പോയി. ബാക്കി ജോലി ചെയ്യാൻ ബിക്ക് വേണ്ട സമയം എന്ത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോജിക്കലി ഉള്ളൊരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ, ഓരോന്നിനും ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഓരോന്നിനും ഓരോ ട്രിക്ക് പഠിച്ചു വയ്ക്കാതെ ഇങ്ങനെ വർക്ക് ആൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻസിന് മാക്സിമം നിങ്ങൾ ലോജിക്ക് പഠിച്ചാൽ നമുക്ക് ഏത് ടൈപ്പ് ചോദിച്ചാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക് ആൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കും. അപ്പോൾ എല്ലാത്തിനും ലോജിക്കലി നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. നിങ്ങൾ ട്രിക്കാണ് നിങ്ങൾക്ക് ബെറ്റർ എങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്തോളുക. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ലോജിക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എനിവേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്തായാലും ചൂസ് ചെയ്യാം. എനിവേ നമുക്ക് നോക്കാം. എ ഒരു ജോലി 45 ദിവസം കൊണ്ട് ചെയ്യും അല്ലേ? സോ നമുക്ക് നോക്കാം. എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/45 ആയിരിക്കും. ശരിയല്ലേ? ഇനി ബി എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്നത് അതേ ജോലി എന്ത് ചെയ്യും? 27 ദിവസം കൊണ്ട് ചെയ്യും. സോ ബിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ 1/27 ആയിരിക്കും. 1/27 ഭാഗം ചെയ്യും അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എ ഒരു ജോലി 25 ദിവസം കൊണ്ട് 45 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ഒരു ദിവസം ആ എ ചെയ്യുന്ന ജോലി 1/45 ഭാഗമായിരിക്കും. ഇതിൻ്റെ റീസൺസ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ക്ലിയർ ആയില്ല, അതല്ല ഇങ്ങനെയുള്ള വർക്ക് ആൻഡ് ടൈമിൽ വരുന്നതും പോകുന്നതായിട്ടുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണം, ഒന്നുകൂടി ആ ടോപ്പിക് ബേസ് വേണമെങ്കിൽ നിങ്ങൾ പറയുക, എന്തുണ്ടെങ്കിലും പറയുക. നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ അതെഴുതി. ഇനി എന്താ പറയുന്നത്? എ ഒറ്റയ്ക്ക് 20 ദിവസം ജോലി ചെയ്തു. എ ഒറ്റയ്ക്ക് 20 ദിവസം ചെയ്തു. എ ഒരു ദിവസം ചെയ്തു. കറക്റ്റായിട്ട് ഇങ്ങനെ പഠിക്കുക. ഇതെന്ത് പഠിക്കുക? എ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണിത്. റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരു ഡേ കൊണ്ട് എ ചെയ്യുന്ന ജോലിയാണ് 1/45. ഒരു ഡേ കൊണ്ട് ബി ചെയ്യുന്ന ജോലിയാണ് 1/27. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നതാണ് 20 ദിവസം എ 20 ദിവസം ജോലി ചെയ്തു. ഒരു ദിവസം എ ചെയ്ത ജോലി ഇതാണ് എങ്കിൽ 20 ഡേ എ ചെയ്ത ജോലി എത്രയായിരിക്കും? സിമ്പിൾ, 20 × 1/45 കട്ട് ചെയ്യാം. 5 കൊണ്ട് 4 5 20, 9 5 45. സോ എ ചെയ്തത് 4/9 ഭാഗം 20 ദിവസം കൊണ്ട് ചെയ്തു അല്ലേ? ഇനി എന്താ പറയുന്നത്? ഇന്നൊരു പിരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ബാക്കി ജോലി ചെയ്യാൻ ബിക്ക് വേണ്ട സമയം. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? റിമൈനിങ് ജോബ് അല്ലേ? ഇനി എത്ര ബാക്കി ഉണ്ട് എന്നുള്ളതാണ്. എത്ര ബാക്കിയുണ്ട്? 9/4 നിന്നും ബാക്കി എത്ര കാണും? 5/9. 9 5 കാണും ബാക്കി. നമ്മൾ പറഞ്ഞല്ലേ, ആകെ 9 9 അല്ലേ? ടോട്ടൽ വരുമ്പോൾ 9 9 ആണ്. അതിൽ 9/4 ചെയ്തു. 4/9 ചെയ്തു. ബാക്കി 5/9. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഇനി ബാക്കി ജോലി ചെയ്യാൻ ബിക്ക് എത്ര ദിവസം വേണം? ബി ഒരു ഡേ കൊണ്ട് ചെയ്യുന്ന ബിക്ക് ആകെ ജോലി ചെയ്യാൻ 27 ദിവസം വേണ്ടേ? സോ ഇത്രയും ജോലി എത്ര ദിവസം വേണം? അതായത് ബിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് 27 × 5/9. ഇനി ബാക്കി 5/9 ജോലിയുണ്ട്. ബിക്ക് 27 ദിവസം വേണം. സോ അത് നമ്മൾ പാർട്ടാക്കം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3/27 15 ഡേയ്സ്. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ അതൊന്ന് ഓർത്തോളുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഈ തരത്തിൽ വരുന്ന കാര്യം ഇത് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാധനമാണ്. എനിവേ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. എ ഒറ്റയ്ക്കൊരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും തീർക്കും. എ ആ ജോലി 8 ദിവസം ചെയ്തതിന് ശേഷം അവസാനിപ്പിച്ചു പോയി. സെയിം. ബാക്കിയുള്ള ജോലി ബിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കും? നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നോക്കാതെ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്തിട്ട് ആൻസർ ശരിയാണെന്ന് മാത്രം നോക്കുക. കാര്യം നമ്മൾ ചെയ്ത അതേ പാറ്റേൺ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ പോസ് ചെയ്യുക, എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ നോക്കാം. എനിവേ എക്ക് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം. സോ എക്ക് ഇനി നമ്മളിങ്ങനെ 1 എന്ന് എഴുതുന്നില്ല. എക്ക് 1/20. ബിക്കോ? ബി നോക്കിയേ, ബിക്ക് 30 ദിവസം. സോ 1/30. ക്ലിയർ അല്ലേ?
ഇനി എന്ത് ചെയ്യുന്നു, എ ജോലി 8 ദിവസം ചെയ്തു. സോ 8 ദിവസം കൊണ്ട് എ ചെയ്തത് 8 ഡേയ്സ് അല്ലേ, കൊണ്ട് എ ചെയ്ത് എത്രയായിരിക്കും, 8 × 1/20. കട്ട് ചെയ്യുമ്പോൾ 4 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ, 2 4 8, ദെൻ 5 4 20. സോ 2/5 ചെയ്ത് തീർന്നു. സോ റിമൈനിങ് ഇനി ബാക്കി എത്രയായിരിക്കും, ബാക്കി 3/5 പാർട്ട് ജോലിയുണ്ട്. ബിക്ക് എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. ബിക്ക് 30 ദിവസമാണ് വേണ്ടത്. സോ 30 × 3/5. കട്ട് ചെയ്യുമ്പോൾ 6 6 3 18 ദിവസം. ഓപ്ഷൻ ഉണ്ടോ നോക്കി, 18 സി ആണ് ഓപ്ഷൻ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നേരത്തെ ഡിഫിക്കൽട്ടായിട്ടിരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ നോക്കുമ്പോൾ ശരിയായിട്ട് കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകുന്നതാണ് മനസ്സിൽ. ആ സന്തോഷമാണ് നമുക്കിനി മാത്സ് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു എനർജി എന്ന് പറയുന്നത്. സോ അത് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വസ്റ്റൻ കൂടെ നമുക്ക് ഈ ടൈപ്പിൽ ഒന്ന് നോക്കാം. ഇതുപോലൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കണം. ചെറിയൊരു വ്യത്യാസമുള്ള ചോദ്യമാണ്, നോക്കാം. എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം ബി പിരിഞ്ഞു പോയി എങ്കിൽ എക്ക് ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര സമയം വേണം? ഒരു ചെറിയ മാറ്റമുണ്ട്, നോക്കാം നമുക്ക്. എ ഒരു ജോലി 15 ദിവസം അല്ലേ. സോ നമ്മൾ എങ്ങനെ എഴുതും, നേരത്തെ പോലെ നമ്മൾ എഴുതും. എ എന്ന് പറയുന്നത് 1/15 എന്ന് എഴുതും, ശരിയല്ലേ. അടുത്ത എന്താണ്, ബിക്ക് 20 ദിവസം. സോ നമ്മൾ എഴുതും ബി ഒരു ദിവസം കൊണ്ട് 1/. ഇപ്പോൾ എയും ഇവിടെ പറഞ്ഞത് എന്താണ്, എ മാത്രം ചെയ്തു എന്നോ ബി മാത്രം ചെയ്തു എന്നോ അല്ല, പകരം എ പ്ലസ് ബി ഒരുമിച്ച് ചെയ്തു, എയും ബി ഒരുമിച്ച് ചെയ്യുകയാണ്. സോ നമ്മൾ എന്തെഴുതും, എ പ്ലസ് ബി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 1 ഡേ, ശരി. ഇത് 1 ഡേ ആണ്, ഇത് 1 ഡേ ആണ്. സോ എ പ്ലസ് ബി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്ക് നോക്കാം. 1/15 + 1/20, അല്ലെങ്കിൽ AB/A+B എന്ന ഫോമുല യൂസ് ചെയ്യുക. ഇത് തിരിച്ചിടണം, ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്നോട് കൂട്ടുക, എയും ബി ഒരുമിച്ച് ചെയ്യുന്ന ജോലിയല്ലേ. സോ രണ്ടും കൂടെ കൂട്ടുക, സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ LCM എന്തായാലും ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് വരും, 20 15. സോ 35/15 × 20. ഗുണിക്കാൻ നിൽക്കേണ്ട, നമുക്ക് വെട്ടാം. 7 5 35, 3 5 15. സോ 7/20. ഇതെന്താണ്, ഒരു ദിവസം കൊണ്ട് എ പ്ലസ് ബി ചെയ്യുന്ന ജോലിയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് എ പ്ലസ് ബി ചെയ്യും. സോ എയും ബിയും കൂടെ ചെയ്യുന്നതല്ല, 4 ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്തു. സോ ഒരു ദിവസം കൊണ്ട് ഇത്രയാണെങ്കിൽ 4 ഡേ കൊണ്ട് എ പ്ലസ് ബി എന്തായിരിക്കും നോക്കാം. ദാറ്റ് ഈസ് 4 × 7/20. സിമ്പിൾ അല്ലേ. ഒരു ദിവസം ഇത്രയാണെങ്കിൽ 4 ദിവസം 4 × കട്ട് ചെയ്യുമ്പോൾ സോറി 20 അല്ലല്ലോ, 60 ആണല്ലോ. സോറി എൻ്റെ മിസ്റ്റേക്ക് ആണ്. ഇവിടെ 60 ആണ്. 20 × 3 60 ആണ് കേട്ടോ. സോറി. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 15. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ എഴുതിയ പ്രശ്നമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് എനിക്ക് വരും. സോ നിങ്ങളൊന്ന് ജസ്റ്റ് പറയുക കേട്ടോ, അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. 7/15 വരും. അതായത് എയും ബിയും കൂടി 4 ദിവസം കൊണ്ട് ചെയ്തത് 15 7 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ റിമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലി റിമൈനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 8 ആയിരിക്കും, ശരിയല്ലേ. കാര്യം 7 ഇനി 15ലേക്ക് തന്നെ 8 കൂടെ വേണം അല്ലേ. ഇനി ഈ 15 8 ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണമെന്നാണ്. എക്ക് 15 ദിവസമല്ലേ വേണ്ടത്. സോ ബാക്കി 15 × 8/15. ഇതാണ് ബാക്കിയുള്ള ജോലി. എക്ക് 15 ദിവസം. സിമ്പിൾ, കട്ടായി പോയി. എത്ര ദിവസം, 8 ഡേ അല്ലേ. സിമ്പിൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അടുത്ത പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 100 105 110 എക്സെട്ര 250 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദ്യം. നോക്കാം. 100 105 110 എക്സെട്ര ടു 250 അല്ലേ. ഇതിൻ്റെ തുകയാണ് ചോദ്യം. നമുക്കറിയാം ആദ്യ പദവും അവസാന പദവും അറിയാമെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ SN = n/2 × a + an അല്ലെങ്കിൽ TN, A1 + an എന്നോ T1 + TN എന്നൊക്കെ നിങ്ങൾ പഠിക്കും അല്ലേ. സോ ഇതാണ് സാധനം. ഇത് ആദ്യ പദം, ഇത് അവസാന പദം, ഇത് നമ്പർ ഓഫ് ടേംസ്. ഏതൊക്കെ അറിയാം, ആദ്യ പദം അറിയാം 100 അല്ലേ, അവസാന പദം 250. പക്ഷേ n അറിയില്ല. സോ നമ്മൾ n കണ്ടുപിടിക്കും. n ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. an - a/d + 1 അല്ലെങ്കിൽ Tn - a/d + 1. ഒറ്റ സ്റ്റെപ്പിൽ കൊടുത്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ a + n - 1 ചെയ്യുന്നവരുണ്ടാവും. എനിവേ ഇങ്ങനെ കൊടുത്താൽ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. an എത്രയാണ്, 250. 250 - a 100 എഴുതണ്ടല്ലോ. an 250. 250 - a ഫസ്റ്റ് 100. 250 - 100 150/d. d എത്രയാണ്, d എന്ന് പറഞ്ഞാൽ 5. കോമൺ ഡിഫറൻസ് 5 + 1. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് ഡീപ്പായിട്ട് പറയാത്തത്, നമ്മൾ ഒരുപാട് പഠിച്ച സാധനമായതുകൊണ്ടാണ്. എനിവേ 150/5 30, 30 + 1 31. ഓക്കെ അല്ലേ, 31. ഇനി n കിട്ടിയില്ലേ, എന്തിനാ കണ്ടുപിടിച്ച് നമുക്ക് ഈ n അറിയാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതും. SN എഴുതാൻ പാടില്ല, S31 എഴുതണം എന്നാണ്. S31 എന്ത് വരും, n എന്ന് പറയുന്നത് 31, 31/2 ഇൻറ്റു A1 + an, അതായത് 100 + 250 350. കൂട്ടി എഴുതി. ഓക്കെ അല്ലേ. കട്ട് ചെയ്യാം. 1 2 2, 15 7 2 14, ദെൻ ബാക്കി 10, 5 2 10. അതായത് 175 × 31 ഗുണിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ശരിയല്ലേ. ഞാൻ ഗുണിക്കുന്ന ഒരു സമയം എടുക്കും, വേണമെങ്കിൽ ഗുണിക്കാം അല്ലേ. 175 × 31.
5 7 ദെൻ 1 ദെൻ 15 21 22 1 1 3 3 1 2 5 തെറ്റാണെങ്കിൽ ക്ഷമിക്കണം 2 2 3 4 ദെൻ 5 5425 ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. സി ആണ് ഓപ്ഷൻ. ഒന്ന് നോക്കിക്കോട്ടെ, മൾട്ടിപ്ലൈ ഒക്കെ പെട്ടെന്നായതുകൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോവും. എനിവേ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം അല്ലേ? സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 60, അവസാന പദം 180, പൊതുവ്യത്യാസം 4 ആയാൽ പദങ്ങളുടെ തുക കാണുക. ഇതേ ഐറ്റം തന്നെയാണ്. നോക്കി എന്തൊക്കെ തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം, സോ ഫസ്റ്റ് ഡൗൺ 60 അല്ലെങ്കിൽ A1 എന്തും കൊടുക്കാം. അവസാന പദം 180, സോറി അവസാന പദം നമ്മൾ എങ്ങനെ എടുക്കും? AN അല്ലെങ്കിൽ TN 180. പൊതുവ്യത്യാസം D 4 അല്ലേ? ആദ്യ പദവും അവസാന പദവും അറിയാമെങ്കിൽ തുക SN എന്ന് പറയുന്നത് സെയിം ഇക്വേഷൻ n/2 × A + AN എന്നല്ലേ? അല്ലെങ്കിൽ A1 + AN എന്നല്ലേ? A1 അറിയാം, AN അറിയാം, N അറിയില്ല. സോ നേരത്തെ പോലെ N കണ്ടുപിടിക്കും. എന്താണ്? AN - A/D + 1, അതായത് AN 180 - 60 120, 120/4 + 1. സെയിം തന്നെ N വരുമെന്ന് തോന്നുന്നു അല്ലേ? നോക്കിയേ 3 30, 30 + 1 31. ഇതുപോലെ S31 അല്ലേ? 31/2 ഇൻറ്റു സോറി ഇങ്ങനെ ഇൻറ്റു കൊടുക്കുക അല്ലേ? കൂട്ടിയും എഴുതിയാൽ പോലെ 180 + 60 240. ഇത് കട്ട് ചെയ്യുമ്പോൾ 12 120. സോ 31 × 12 ചെയ്യുന്നു. എങ്ങനെ ചെയ്യും നമ്മൾ? 2 3 2 6 3 സോറി 1 3 2 7 3 372 0 വിട്ടുപോയ 0 3720 ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് ആൻസർ. അപ്പോൾ അത് ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ അംശബന്ധം 3:4 ആണ്. ഈ സംഖ്യകളിൽ നിന്ന് 5 കുറച്ചാൽ പുതിയ അംശബന്ധം 5:7 ആകും എങ്കിൽ സംഖ്യകളുടെ തുക എത്ര? ഒരുപാട് മെത്തേഡിൽ പലരും ചെയ്യാറുണ്ട്. നമുക്ക് ആദ്യത്തെ റേഷ്യോ നോക്കാം. 2 സംഖ്യകളുടെ അംശബന്ധം 3:4. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റേഷ്യോ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. സംഖ്യകൾ 3x ഉം 4x ഉം എടുക്കുകയാണ്. ശരിയല്ലേ? ഇങ്ങനെ എടുക്കുന്നത് 2 സംഖ്യകളുടെ അംശബന്ധം 3:4, സംഖ്യകൾ 3x ഉം 4x ഉം ആക്കി എടുത്തു. ഇനി എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. സംഖ്യകളിൽ നിന്നും 5 കുറച്ചാൽ പുതിയ അംശബന്ധം 5:7 ആകും. ഞാൻ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 3x - 5 4x - 5. ശരിയല്ലേ? അങ്ങനെ കുറച്ചാൽ ഇതിൻ്റെ അംശബന്ധം എന്തായിട്ട് മാറുന്നതാണ് പറയുന്നത്? അത് 5:7 ആകും. അതായത് ഇതിൻ്റെ അംശബന്ധം ഇങ്ങനെ ആക്കിയാൽ അംശബന്ധം 5:7 എന്ന് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ല? 5:7 അല്ലേ? 5:7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഭിന്നസംഖ്യയാക്കി എങ്ങനെ എഴുതാം? ഈക്വൽ ടു നെക്സ്റ്റ് ദെൻ സോറി ഇങ്ങനെയാണ് 3x - 5 ഡിവൈഡ് ബൈ 4x - 5 ഇസ് ഈക്വൽ ടു 5/7. അങ്ങനെയല്ലേ? A/B നമുക്ക് A/B എന്ന് എഴുതിക്കൂടെ? A/B ഇസ് ഈക്വൽ ടു A/B എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 3x - 5 ബൈ 4x - 5 ഇസ് ഈക്വൽ ടു 5/7 5/7 എന്ന് എഴുതി. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 7 കൊണ്ട് 2നെ ഇതെങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 7 കൊണ്ട് 3x അതായത് 21x, 7 കൊണ്ട് -5 അപ്പം 35. ഇത് കൃത്യമായിട്ട് എഴുതണം. ഒരുപാട് പേര് തെറ്റിക്കുന്നത് 7 കൊണ്ട് 3x മാത്രം ഗുണിക്കും, 5 ഗുണിക്കാൻ വിട്ടുപോകും, അപ്പം തെറ്റും. ഇനി ഗുണിക്കാം. 5 കൊണ്ട് 4x 20x, 5 കൊണ്ട് -5 -25. ഓക്കെ അല്ലേ? 20x ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ 20 ഇങ്ങനെ വന്ന് നമ്മൾ എന്താ ചെയ്യുക? ഒരേപോലത്തെ ചരങ്ങളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. നമുക്ക് x അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരും, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ 21x ഇവിടെ ഉണ്ട്. 20x ഇപ്പുറത്ത് വരുമ്പോൾ -20x. അവിടെ ഉള്ളതിനെ ആദ്യം എഴുതാൻ പഠിക്കുക. -25. ഈ -35 അപ്പുറത്ത് പോകുമ്പോൾ +35. അത്രേ ഉള്ളൂ. 21x നിന്ന് 20x കുറച്ചാൽ 1x മീൻസ് x അല്ലേ? 35 -25 അല്ലെങ്കിൽ ചിഹ്നങ്ങൾ വ്യത്യസ്തമാണ്. സോ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 35 25 കുറയുമ്പോൾ 10, വലുതിൻ്റെ പ്ലസ്. അപ്പോൾ എക്സിൻ്റെ വില 10. ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യകളുടെ തുകയാണ് ചോദ്യം എന്ന് തോന്നുന്നു അല്ലേ? സംഖ്യകളുടെ തുകയാണ് ചോദ്യം. അപ്പോൾ ആദ്യം സംഖ്യ കണ്ടുപിടിക്കാം. സംഖ്യകൾ 3x 4x അല്ലേ? 3 x പകരം 10 കൊടുക്കുമ്പോൾ 3 × 10 30, 4 × 10 40. സോ തുക 70. 70 ഓപ്ഷൻ ഉണ്ടല്ലോ. സോ 70 അല്ലേ? 60 70 ഓപ്ഷൻ ഉണ്ട് അല്ലേ? ശരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. എളുപ്പമാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം കൂടെ, അതായത് ഈ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5/3 ഭാഗമാണ്. സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 64 എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. നോക്കാം. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്. അപ്പോൾ 2 സംഖ്യകൾ ഏതെങ്കിലും ഒന്ന് എക്സാക്റ്റ് എടുക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഏതിനെ എക്സാക്റ്റ് എടുക്കുന്നതാണ് ബെറ്റർ. എങ്ങനെയും എടുക്കാം. ഏതിന് എക്സാക്റ്റ് എടുക്കുന്നത് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആരെ ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അത് പഠിക്കാൻ എളുപ്പമാണ്. ഇന്നതിൻ്റെ, ഇതിൻ്റെ
അവളുടെ, അയാളുടെ. അപ്പോൾ ഇൻ്റെ ഉടെയൊക്കെ ആരെ കൂടെ ചേർത്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് അതിനെ എക്സാക്റ്റ് എടുക്കുക. നോക്കാം നമുക്കിവിടെ രണ്ട് സംഖ്യകൾ, ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ, ഇൻ്റെ എന്നല്ലേ വന്നേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ, അപ്പോൾ രണ്ടാമത്തെ എക്സാക്റ്റ് എടുക്കുക. സോ സെക്കൻഡ് അങ്ങനെ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സെക്കൻഡ് നമ്മൾ എക്സാക്റ്റ് എടുക്കുകയാണ് എങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഇതിൻ്റെ എത്ര മടങ്ങെന്നാണ് പറഞ്ഞേക്കുന്നത്? 5/3 ഭാഗം. സിമ്പിൾ അല്ലേ? എക്സ് ഇൻറ്റു ഇത്രേ ഉള്ളൂ ഒന്നാമത്തത്. സോ എന്ത് വരും? 3x/5. കാര്യം എക്സ് എന്താണ്? ഒന്നാണ്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല. ഇൻറ്റു 1 ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 3 × x 3x, 1 × 5 5. ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറും കിട്ടിയില്ലേ? ഇനി എന്താ പറയുന്നത്? സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം. ഒന്നാമത്തെ സംഖ്യ അതിൻ്റെ വർഗ്ഗം എടുത്തു, രണ്ടാമത്തെ സംഖ്യയുടെ വർഗ്ഗം എടുത്തു. ഇവയുടെ വ്യത്യാസം എത്രയാണ്? അത് 64ആണ്. കണ്ടോ? ഇതാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ എക്സ് എന്തെന്നാണ്? സംഖ്യ എന്നാണ് ചോദ്യം. ഇത് മനസ്സിലായല്ലോ. സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം, വ്യത്യാസത്തിൻ്റെ വർഗ്ഗമല്ല, വർഗ്ഗങ്ങളുടെ വ്യത്യാസം. നോക്കിയേ, x² മൈനസ് ഇതിന് സ്ക്വയർ എടുത്തേ, 3ൻ്റെ സ്ക്വയർ 9, എക്സിൻ്റെ സ്ക്വയർ x², 5ൻ്റെ സ്ക്വയർ, എല്ലാത്തിൻ്റെ സ്ക്വയർ എടുക്കണം, ഈസ് ഈക്വൽ ടു 64. ശരിയല്ലേ? സിമ്പിളായിട്ട് ക്രോസ് ചെയ്യാം. LCM തന്നെയാണ്, ക്രോസ് ചെയ്യാം. 25 × x² എത്രയാണ്? 25x² മൈനസ് 1 × 9x², 9x² തന്നെയാണ്, ബൈ 25 ഈസ് ഈക്വൽ ടു 64. ക്ലിയർ ആയെന്ന് തോന്നുന്നു. സിംപ്ലിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണോ ചെയ്യുക? LCM ആണോ, കോമൺ എടുത്തോ, എങ്ങനെ നിങ്ങൾ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഈ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നത് ബെറ്റർ, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഒന്ന് മൈനസ് ചെയ്തേ. 25 - 9 16. സോ 16x². ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ ഹരിച്ചിരിക്കുന്ന 25 അപ്പുറത്ത് കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഗുണിക്കരുത്, അങ്ങനെ എഴുതി വെക്കുക ചെയ്യാം. കണ്ടോ? കാര്യം നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും മൾട്ടിപ്ലൈ നിൽക്കരുത്. ഇനി x² കണ്ടുപിടിച്ചേ, 16 കൊണ്ട് ഗുണിച്ചിരിക്കുകയല്ലേ, അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കും. ഇതാ 16 താഴെ പോയി, ഗുണിച്ചേക്കുന്ന സാധനം 16. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ അല്ലേ, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവുന്ന പഠിച്ചേക്കണം. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതല്ല റിയൽ മെത്തേഡ്, തെറ്റാണ്, എങ്കിലും അങ്ങനെ പഠിക്കും. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവും. നോക്കി, 64 × 25/16. 64 റൂട്ട് പറഞ്ഞേ 8, 25 റൂട്ട് പറഞ്ഞേ 5, 16 റൂട്ട് പറഞ്ഞേ 4. കഴിഞ്ഞു. ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ വലിയ നമ്പറാവും. സോ ഇത് കട്ട് ചെയ്യുന്നു. 2 × 5 10. അപ്പോൾ എക്സിൻ്റെ വില 10 എങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത്, സോറി സെക്കൻഡ് നമ്പർ നമുക്ക് കിട്ടിയതല്ലേ, നമുക്ക് ഫസ്റ്റ് നമ്പർ അല്ലേ വേണ്ടത്. ഫസ്റ്റ് നമ്പർ പറഞ്ഞേ 3/5 × x. സോ 3/5 × 10. ഇത് കട്ട് ചെയ്യുമ്പോൾ 2, 6 ആണ് സംഖ്യ. 6 നോക്കി, 6 ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 10 ആണ്. കണ്ട ഉടനെ നമ്മളൊരു 10 ചൂസ് ചെയ്യും, പക്ഷേ 10 സെക്കൻഡ് നമ്പറാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ 10 ചോദ്യങ്ങൾ നമ്മൾ 2 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 20 ചോദ്യങ്ങളോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി അഡീഷണൽ ക്വസ്റ്റ്യൻ ഇതിന് പുറത്ത് ചെയ്തെന്ന് തോന്നുന്നു. എനിവേ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകൾ പറയുക. നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക. പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയുക. എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുന്നതെല്ലാം ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.